ഹലോ കൂട്ടുകാരെ, അപ്പോൾ വെൽക്കം ടു അനദർ വ്ളോഗ്. അപ്പോൾ ഞങ്ങൾ മിസ്റ്റർ DIYയിലോട്ട് പോകാൻ വേണ്ടി ഇറങ്ങിയായിരുന്നു. അപ്പോൾ കിയാൻ്റെ അടുത്ത് ഞങ്ങളങ്ങ് പാല് കുടിപ്പിച്ചിട്ട് കയറാമെന്ന് കാണാനല്ലേ, പിന്നെ അവൻ ഇച്ചിരി ക്രാങ്കി ആകും, കരയൊക്കെ ചെയ്യും. അപ്പോൾ DIYയിൽ ഫസ്റ്റ് ഫ്ലോറിൽ നിന്ന് വെച്ചാൽ അവരുടെ സ്റ്റേഷനറി ഐറ്റംസ്, സോഫ്റ്റ് ടോയ്സ്, പിന്നെ കുറച്ചൊക്കെ അവർ പ്ലേറ്റ്സും അങ്ങനത്തെ ഒക്കെ സാധനങ്ങളും ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെ. അല്ലാതെ മിക്ക സാധനങ്ങളും മുകളിലാക്കുക. ഇത് ഫസ്റ്റ് ഫ്ലോറിൽ എന്ന് വെച്ചാൽ പകുതി സാധനങ്ങളായിട്ട് വെച്ചേക്കുക. അപ്പോൾ അവിടെ നല്ല ക്ലോക്കൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങളുടെ വീട്ടിലേക്ക് വേണ്ടി ഞങ്ങൾ അവിടെ നിന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ആർട്ടിഫിഷ്യൽ ഈ ഫ്ലവർ എന്ന് വെച്ചാൽ എനിക്ക് അത്രയ്ക്കും റീസണബിളായിട്ട് തോന്നിയില്ല അതിൻ്റെ പ്രൈസിൻ്റെ അനുസരിച്ച്. പിന്നെ പ്ലേറ്റ്സൊക്കെ കുഴപ്പമില്ലായിരുന്നു. പ്ലേറ്റ്സിൻ്റെ റേറ്റും പിന്നെ ഈ പ്ലേറ്റ്സൊക്കെ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട് DIYയിൽ. കപ്പും ഉണ്ടായിരുന്നു അവിടെ. കപ്പ് അത്രയ്ക്ക് ഞാൻ യൂസ് ചെയ്തിട്ടില്ല. അവിടുത്തെ DIY കപ്സൊന്നും ഞാൻ മേടിച്ചിട്ടില്ല. പിന്നെ ഇവിടെ വെച്ച് ഞങ്ങൾ ഒരു കുഞ്ഞൊരു ഇത് കണ്ടായിരുന്നു, നമ്മൾ ടിഫിൻ ബോക്സ് പപ്പടമൊക്കെ വെക്കാൻ, ചപ്പാത്തിയൊക്കെ വെക്കാൻ വേണ്ടി. ഈ കപ്പ് ഇപ്പോൾ കാണിച്ചത് പ്ലാസ്റ്റിക്കിൻ്റെ കപ്പ്. അപ്പോൾ അത് അങ്ങനെ യൂസ് ചെയ്യാൻ പറ്റത്തില്ല, നമുക്ക് ചൂട് ചായ ഒന്നും ഇടാൻ പറ്റത്തില്ല. അപ്പോൾ അത് ഞാൻ മേടിച്ചില്ലായിരുന്നു. പിന്നെ ഫ്രെയിംസൊക്കെ നല്ലതുണ്ടായിരുന്നു. ആർട്ടിഫിഷ്യൽ എനിക്ക് ഈ ഈ പോട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു. ആർട്ടിഫിഷ്യൽ ഫ്ലവറിൻ്റെ ലീഫി ഫ്ലവർ ഇത് എന്തുവാ പറയുന്നത് ഫ്ലവർ പോട്ട് പോലത്തെ ഒക്കെ. പിന്നെ അനിയൻ ഇവിടെ കിയാന് വേണ്ടി സിപ്പർ പിടിക്കുമായിരുന്നു. ഇപ്പോൾ കിയാന് സിപ്പറുമായിട്ട് കുടിക്കാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യിപ്പിക്കണം അതിന് വേണ്ടി. പിന്നെ ഇവിടെ ചട്ടുകോം തവി അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നോക്കി ഇങ്ങനെ ഏപ്രിൻ മേടിക്കണമായിരുന്നു എനിക്കപ്പോൾ ഒരു ഏപ്രിനൊക്കെ മേടിച്ചത്. ഐസ് ട്രേ, നല്ല ഐസ് ട്രേസ് ഉണ്ടായിരുന്നു. മമ്മി അവിടുന്ന് ഒരു റൗണ്ട് ഷേപ്പ് ബോൾ ഷേപ്പ് ഐസ് ട്രേ മേടിച്ചായിരുന്നു. അതെൻ്റെ കണ്ടാണ് മമ്മി മേടിച്ചത്. മമ്മി എൻ്റെയൊക്കെ ഉണ്ടായിരുന്നു അത്. അപ്പോൾ പിള്ളേർക്ക് കളിക്കാൻ നല്ല ടോയ്സൊക്കെ ഉണ്ട് അവിടെ. ടോയ് സെക്ഷനിൽ കയറിയാൽ പിന്നെ ഒന്നും പറയണ്ട. ടോയ് സെക്ഷനിൽ കയറിയാൽ പിന്നെ ഇറങ്ങത്തേ എല്ലാവരും. മമ്മിയാണേലും അനിയനാണേലും ചേട്ടനാണേലും പിന്നെ ഉള്ളതെല്ലാം കാണുന്നതെല്ലാം കിയാന് വേണ്ടി മേടിക്കും. ഇതെന്തോ ഒരു മ്യൂസിക്കൽ റിംഗ് ആയിരുന്നു. പക്ഷേ എനിക്ക് ഇതിൻ്റെ അകത്തൊന്നും ഒരു മ്യൂസിക്കൊന്നും കേട്ടില്ല. അപ്പോൾ ഞാൻ എന്തെങ്കിലും കുലുക്കി നോക്കുമായിരുന്നു, എല്ലാം സൗണ്ട് വരുമോ എന്നൊക്കെ. അത് കഴിഞ്ഞ് മമ്മി ഒരു ബോളൊക്കെ നോക്കിയായിരുന്നു മ്യൂസിക്കൽ, അതിന് ഒരു സൗണ്ടും ഒന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഫുൾ ടൈം ഇതേ അല്ലായിരുന്നു. ഇതെന്തോ വെള്ളത്തിൽ കളിക്കുന്ന സാധനമായിരുന്നു. അപ്പോൾ അത് ട്രൈ ചെയ്തപ്പോൾ പറ്റിയില്ല. പക്ഷേ ഈ വീട്ടിൽ കൊണ്ടുവന്ന് ഞങ്ങളത് കിയാൻ്റെ ബാട്ടബിൽ ഇട്ടപ്പോൾ അത് നല്ലപോലെ ഇങ്ങനെ തവള ഓടുന്ന പോലെ ഓടുന്നുണ്ടായിരുന്നു. അപ്പോൾ കുറേ നേരമായിട്ട് ഞാൻ എല്ലാവരോടും പറയുമായിരുന്നു കിഡ് സെക്ഷനിൽ നമുക്ക് ഇറങ്ങാം. ആരും ഇറങ്ങിയില്ല. ഇപ്പോൾ അവിടെ നല്ല ഇതൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞാനവിടെ ഇത് കണ്ടായിരുന്നു, നമ്മുടെ ചെറുപ്പത്തിലൊക്കെ കളിക്കത്തില്ല കിച്ചൺ സെറ്റ്. ഇവിടെ അങ്ങനത്തെ കിച്ചൺ സെറ്റൊക്കെ ഉണ്ടായിരുന്നു, നല്ല കളർഫുൾ കിച്ചൺ സെറ്റൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കിയാനും കാണുമ്പോൾ ഞങ്ങൾക്ക് കോർണർ പ്രൊട്ടക്ഷന് വേണ്ടി ഒക്കെ ടേപ്പൊക്കെ മേടിച്ചായിരുന്നു. അപ്പോൾ അതൊക്കെ മേടിച്ച് ഇത് ഫുൾ സെക്ഷൻ സിപ്പേഴ്സിൻ്റെയും ബോട്ടിൽസിൻ്റെയും സെക്ഷൻസാണ്. ബോട്ടിൽസ് എനിക്ക് അവിടെ സിപ്പർ കുഴപ്പമില്ല, പിള്ളേരുടെ സിപ്പർ റീസണബിൾ പ്രൈസാണ്. പക്ഷേ ബോട്ടിൽസിൻ്റെ ക്വാളിറ്റിയൊക്കെ നല്ലതാണ്. പക്ഷേ ബോട്ടിൽസിൻ്റെ ക്വാളിറ്റി അനുസരിച്ച് റേറ്റ് കുറച്ച് എക്സ്പെൻസീവ് ആണ്. എനിക്ക് ഇത്രയ്ക്കും പറ്റില്ല മേടിക്കാൻ, കാരണം ഞാൻ ഇച്ചിരി പിശുക്കിയാണ്. പിന്നെ നല്ല ഇതൊക്കെ ഉണ്ടായിരുന്നു, ലൂഫ റൈറ്റ് അതൊക്കെ ഉണ്ടായിരുന്നു, നല്ല ഐസ്ക്രീം ഷേപ്പിലേയും ഒക്കെ. അത് കഴിഞ്ഞ് ഏറ്റവും മേളത്തെ സെക്ഷൻ തേർഡ് ഫ്ലോർ എന്ന് വെച്ചാൽ ലേഡീസ് സെക്ഷൻ പോലെയാണ്. ലൈക്ക് നമ്മുടെ സ്ക്രഞ്ചീസും ചീപ്പും അങ്ങനത്തെ ഒക്കെ സെക്ഷനാണ് നമ്മുടെ ഏറ്റവും മേളത്തെ സെക്ഷന്. അപ്പോൾ കുറേ കളർഫുൾ സ്ക്രഞ്ചീസൊക്കെ ഉണ്ടായിരുന്നു, ബാഗ്സ് ഉണ്ടായിരുന്നു. ബാഗ്സും എനിക്ക് അത്രയ്ക്കും ഇത് ഇഷ്ടപ്പെട്ടില്ല. അതും കുറച്ച് ലൈക്ക് വില കൂടുതൽ പോലെ തോന്നി. നോർമൽ തുണിയുടെ ബാഗൊക്കെ 300-400 രൂപയ്ക്കായിരുന്നു. പക്ഷെ നമ്മൾ വെളിയിൽ പോയാൽ അത്രയ്ക്ക് ഇല്ല. സ്റ്റേഷനറി ഐറ്റംസ് കൂടുതൽ ഏറ്റവും മേലത്തെ ഫ്ലോറിലാണ്. അത് പിള്ളേർക്ക് സ്റ്റിക്കേഴ്സും അങ്ങനത്തെ ഒക്കെ. ഇത് പിന്നെ പെറ്റ് സെക്ഷനായിരുന്നു. അപ്പോൾ പെറ്റ് സെക്ഷനിൽ കയറിയാലും അങ്ങനെ തന്നെയാണ്. പിന്നെ മാക്സിന് ഉള്ള എല്ലാം മേടിച്ച് കൂട്ടുമായിരുന്നു അവിടെ വെച്ച്. മാക്സിന് ടാഗ്സും ചീപ്പും ഓക്കെ. അപ്പോൾ ആ ഒരു സെക്ഷനിൽ കയറിയപ്പോൾ അവിടെ കുറേ സമയം എടുത്തു. ഫുൾ മമ്മി ഒക്കെ മാക്സിന് വേണ്ടി ഓരോന്ന് സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അത് കഴിഞ്ഞ് കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ ഒരു പെൻസിൽ കിറ്റാണിത്. അപ്പം നമ്മളൊക്കെ സ്കൂളിൽ കൊണ്ടുപോയ സമയത്ത് ജസ്റ്റ് ഒരു 10 രൂപയ്ക്ക് പെൻസിൽ കിറ്റൊക്കെ കിട്ടുമായിരുന്നു. ഇത് 300 രൂപ സംതിങ്ങിൻ്റെ ഒരു പെൻസിൽ കിറ്റായിരുന്നു അത്.
ഇപ്പോൾ കുറേ പെൻസിൽ കിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ചും കൂടെ മുന്നോട്ട് നടക്കുമ്പോഴത്തേക്ക് നമ്മുടെ മേക്കപ്പ് സാധനങ്ങൾ വെക്കാനുള്ള പൗച്ചസും നമ്മുടെ ഫോൾഡർ വെക്കാനുള്ള പൗച്ചസും അങ്ങനത്തെ കുറേ പൗച്ചസും ഒക്കെ അവിടെ ഉണ്ടായിരുന്നു. പൗച്ചസ് കുഴപ്പമില്ലായിരുന്നു, എന്നാലും എനിക്ക് ഇച്ചിരി എന്താ വെച്ചാൽ ക്വാളിറ്റി വൈസ് അതിൻ്റെ റേറ്റ് ഇച്ചിരി വില കൂടുതലാണെന്ന് തോന്നി. പിന്നെ ഈ കുഞ്ഞു കുഞ്ഞു പൗച്ചസ് ഓക്കെ, അതിന് അത്ര ഒരു 50-60 റുപ്പീസ് ആയിരുന്നു, അപ്പോൾ അതിന് കുഴപ്പമില്ലായിരുന്നു. പിന്നെ അവിടെ ഞാനൊരു നല്ല ക്യൂട്ട് ബാഗ് കണ്ടു, ഒരു പൂച്ചയുടെ ബാഗ് പോലത്തെ. അതെനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു, നല്ലൊരു പൗച്ച് ബാഗായിരുന്നു. പക്ഷേ അതിന് നല്ല വള്ളിക്ക് നീളമൊക്കെ ഉണ്ടായിരുന്നു, നല്ല ചെയിൻ പോലെയായിരുന്നു. പിന്നെ ഇത് എൻ്റെ അനിയൻ നോക്കുമായിരുന്നു, എന്തുവാ ഇതിന് പറയുന്നത്, ചെസ്റ്റ് ബാഗോ അങ്ങനെ കണ്ട്. എനിക്കറിയത്തില്ല അതിൻ്റെ പേരെന്തുവാണ്. അപ്പോൾ അവൻ അതൊക്കെ നോക്കി. പിന്നെ സോക്സ്, മേക്കപ്പ് സെക്ഷൻസ് എന്ന് വെച്ചാൽ അവിടെ മേക്കപ്പ് എന്ന് വെച്ചാൽ മേക്കപ്പ് ബ്രഷസ്, പിന്നെ നമ്മുടെ ഇയറിങ്സും അങ്ങനത്തെ ഒക്കെ സെക്ഷനായിരുന്നു. അത് കഴിഞ്ഞ് അപ്പുറത്തെ സൈഡിലോട്ട് പോകുമ്പം നമ്മുടെ ഗോഗേഴ്സിൻ്റെ ഒക്കെ ആയിരുന്നു. അപ്പോൾ ഇവിടെ കിയാൻകുട്ടനെ ഗോഗേഴ്സ് വെച്ചിട്ട് നോക്കുമായിരുന്നു. അവനെ ഞങ്ങൾ ഗോഗേഴ്സ് അങ്ങനെ വെപ്പിക്കത്തില്ല, കാരണം ഒത്തിരി കുഞ്ഞല്ലേ അവൻ. അപ്പോൾ ഇതൊന്നും അവനിപ്പോഴേ ശീലമാക്കണ്ട, എന്തൊക്കെ ലെൻസ് ഇങ്ങനത്തെയൊക്കെ ലെൻസാണെന്ന് അറിയത്തില്ല. പക്ഷെ അവിടെ വെച്ച് എല്ലാം അവനെ ട്രൈ ചെയ്യിപ്പിക്കുമായിരുന്നു. അവനും ഭയങ്കര ഹാപ്പി ആയിട്ട് എല്ലാം ട്രൈ ചെയ്യുമായിരുന്നു. പിന്നെ അവിടുന്ന് സ്ക്രഞ്ചി ഞാൻ എടുത്തായിരുന്നു. 31 റുപ്പീസായിരുന്നു ഒരു സ്ക്രഞ്ചി. ഇപ്പം ഞാൻ എടുത്ത സ്ക്രഞ്ചി മാത്രം, അല്ലാതെ വേറെ പ്രൈസിൻ്റെ ഒക്കെ സ്ക്രഞ്ചി ഉണ്ടായിരുന്നു. ഇവിടെ കിയാൻകുട്ടൻ എനിക്കൊന്ന് എല്ലാവരും വഴക്ക് പറഞ്ഞ് ഓടിക്കുക, പെട്ടെന്ന് വീട്ടിൽ പോകാമെന്നൊക്കെ പറഞ്ഞ്. അങ്ങനത്തെ ഒരു ചാട്ടമായിരുന്നു അവന്. ഇവിടെ അനിയൻ ഒരു കൂളിംഗ് ഗ്ലാസ് മേടിച്ചു, അതിൻ്റെ ഷോ ഓഫ് കാണിച്ച് നടക്കുക അവൻ. പിന്നെ എനിക്ക് നെയിൽസ് മേടിക്കണമായിരുന്നു, ഞാൻ പറഞ്ഞില്ലായിരുന്നു എനിക്ക് ഫേക്ക് നെയിൽസ് മേടിക്കണമായിരുന്നു. അപ്പോൾ അതൊക്കെ മേടിച്ച് ഒരു ഫാൻ മേടിച്ചായിരുന്നു, നമ്മുടെ കൈ ഫാൻ. ഇടയ്ക്കൊക്കെ ലൈറ്റ് പോകുമ്പോഴോ അത് എങ്ങനെയെങ്കിലും ചൂടൊക്കെ ആക്കി എടുക്കുമ്പോഴത്തേക്ക്, അപ്പോൾ അതും കൊണ്ട് നമ്മുടെ കിയാൻകുട്ടൻ നടക്കുമായിരുന്നു. അത് കഴിഞ്ഞ് ലിഫ്റ്റ് കയറിയെന്ന് വെച്ചാൽ കുടുക്കാച്ചി ഒരു ലിഫ്റ്റ്, എന്തൊന്നും അറിയത്തില്ല. എൻ്റെ അനിയനെ അവൻ്റെ ഫേസൊക്കെ കവർ ചെയ്തുകൊണ്ടിരിക്കും. പിന്നെ ഞങ്ങൾ ബില്ലിംഗ് സെക്ഷനിൽ വന്നു. ഇപ്പോഴത്തെ ഒരു പുതിയ ട്രെൻഡ് എന്ന് വെച്ചാൽ ബില്ലിംഗ് സെക്ഷൻ്റെ സൈഡിൽ തന്നെ ഓരോന്ന് സാധനം വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ബോറടിക്കുമ്പോഴത്തേക്ക് അതിനകത്ത് നിന്ന് എന്തെങ്കിലുമൊക്കെ എടുത്ത് നമ്മുടെ കാട്ടിനകത്തിടുക. അങ്ങനെ ഒരു സെക്ഷൻ പുതിയ സ്റ്റാർട്ടായിട്ടുണ്ട് എല്ലായിടത്തും. അപ്പോൾ ഇതായിരുന്നു എൻ്റെ കുഞ്ഞ് ഒരു മിസ്റ്റർ DIY വ്ളോഗ്. അപ്പോൾ പുതിയ ചാനൽ പുതിയതായിട്ട് വരുവാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്താൽ എനിക്കൊരു ഒരു മോട്ടിവേഷൻ കിട്ടത്തുള്ളൂ. അപ്പോൾ ശരി, എന്നാൽ ടാറ്റ, ബൈ ബൈ.